വണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു കുരങ്ങൻ. ഇവന്റെ അഭ്യാസം കാണുന്നു. ഇവൻ മുകളിലോട്ടും താഴത്തോട്ടും ഒരു സ്പ്രിങ്ങിൽ ആടുന്ന പോലെയൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസമാണെന്ന് നോക്കി. നമ്മുടെ ഇത് എടുത്തേക്കണതൊക്കെ നമ്മുടെ മൊബൈൽ ക്യാമറയിലാണ്. അപ്പൊ ചെറിയൊരു ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് എടുക്കാൻ പറ്റുന്ന ലെവലിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു നേരം പോക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ വയനാട് യാത്രകളെ കുറിച്ചായിരുന്നു. അപ്പൊ ഇതേവരെ മൊത്തങ്ങ ആ ഭാഗത്തേക്ക് നമുക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ പോയ പലരും പറയാറുണ്ട് ആ വഴിക്ക് പോയ ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും. യാത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കൂടി അങ്ങനത്തെ യാത്രകളും നമുക്ക് ഇതുവരെ തരപ്പെട്ടിട്ടില്ല. ഇത്തരത്തിൽ ഒഫീഷ്യലായിട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് പോകുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇത്ര നാളും കണ്ടിട്ടുള്ളൂ. ഒരു യാത്രയ്ക്ക് വേണ്ടി പോയേക്കണ യാത്രകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. പക്ഷെ അങ്ങനെ പോയ സ്ഥലങ്ങളിലൊന്നും വലുതായിട്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ ഇതുവരെ കാണാനും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് രസം. അങ്ങനെ നമ്മൾ കൽപ്പറ്റ സ്റ്റാൻഡിലെത്തി. ഏകദേശം 2:30 ആയി. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ നല്ല സൈഡ് കറിയൊക്കെ ഉണ്ടായിട്ട് അപ്പം ഞാൻ ചോറും അതുപോലെ തന്നെ എന്താണ് ഈ പപ്പടവും സാമ്പാറും ഫിഷ് ചാറും അതുപോലെ തന്നെ മീൻ വറുത്തതൊക്കെ മേടിച്ച് നല്ല അടിപൊളിയായിട്ട് ഊണുന്നു. നന്നായിട്ട് വിശന്നത് കൊണ്ടാണെന്നറിയാൻ പാടില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ കണ്ട മറ്റൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ചോറീറ്റേ കഴിഞ്ഞിട്ട് ഈ ഇല ഉണ്ടല്ലോ അത് അവിടെ തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഞാനായതുകൊണ്ട് ഞാൻ മാത്രം ഉണ്ടായിട്ടുള്ള അന്നേരം കഴിക്കാനായിട്ട് ഇപ്പം എന്നോട് മാത്രമാണോ പറഞ്ഞതെന്ന് അറിയാൻ പാടില്ല. തൃശ്ശൂരൊക്കെ ആണെങ്കിൽ അത് എടുത്തുകൊണ്ടും പോകണമെന്ന് പറയും. പക്ഷേ ഇത് അവിടെ തന്നെ വെച്ചാൽ മതി എന്ന് പറയും. പിന്നെ അങ്ങനെ നമ്മൾ കൽപ്പറ്റ ടൗണിൽ നിന്ന് നമ്മുടെ സ്ഥലത്തേക്ക് നമ്മളത് ഓട്ടോറിക്ഷയ്ക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ പെട്ടി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ ഓട്ടോറിക്ഷ ഇനി പോകുന്നത് ഒരു എന്താണ് ഹൗസിംഗ് കോളനിയിലേക്കാണ്. ഒരു ഹൗസിംഗ് പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിൽ നമ്മളൊരു സ്വിമ്മിംഗ് പൂൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്വിമ്മിംഗ് പൂളിന് വേണ്ടിയിട്ടുള്ള സ്കിമ്മറാണ് നമ്മളത് ആ പെട്ടിക്കകത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട്. അടി കാണുന്നതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. ഏകദേശം 3 മീറ്റർ വീതിയും 6 മീറ്റർ നീളമുള്ള ചെറിയൊരു സ്വിമ്മിംഗ് പൂളാണ് ഇവിടെ നമ്മൾ ചെയ്യണം. കാരണം അത്രയും അവിടെ ഏരിയ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള ചെറിയ ഏരിയയിൽ പോലും നമുക്ക് സ്വിമ്മിംഗ് പൂളുകൾ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏകദേശം രാത്രി ഒരു 2:30 മണിക്ക് അവിടെ ചെന്നെങ്കിലും രാത്രി 7:30 മണിയായപ്പോഴേക്കും അവിടെ തിരിച്ചു പോന്നു. അപ്പോൾ പുതിയ ബസ്സിലാണ് ഞാൻ പോകുന്നത്. പുതിയ ബസ്സിൽ ഫോൺ കുത്താനുള്ളതും ഹെൽപ്പിനുള്ളതുമായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ബസ്സാണ്. അപ്പോൾ ഏകദേശം വെളുപ്പിന് 3 മണിയായപ്പോഴേക്കും ഞാൻ നമ്മുടെ കൊടകരയിൽ തിരിച്ചെത്തി. അങ്ങനെ പ്രിയ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അന്ന് രാവിലെ തുടങ്ങിയ യാത്ര 3:30 മണിയായപ്പോഴേക്കും കഴിഞ്ഞു എന്നുള്ളതാണ് രസം. ഓക്കെ, താങ്ക് യു.